നമസ്കാരം. ഭരണം കിട്ടും മുൻപേ മുന്നണി വിടാനൊരുങ്ങി ലീഗ്. ചെന്നിത്തലയും സതീശനും കോൺഗ്രസിന് പുറത്തേക്ക്. മുഖ്യമന്ത്രി തർക്കത്തിലെ ലീഗിന്റെ വിമർശനത്തിലും കോൺഗ്രസിൽ രണ്ടഭിപ്രായമുണ്ടാകും. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ലീഗ് ഇടപെടേണ്ട എന്ന് ഒരു വിഭാഗം പറയുന്നു. എന്നാൽ ഭരണം കിട്ടും മുൻപേ തന്നെ മുന്നണി മാറിയാലോ എന്ന് കരുതുകയാണ് ലീഗ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പരിശ്രമങ്ങൾ പ്രത്യക്ഷത്തിലല്ലെങ്കിലും തുടരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രമേശ് ചെന്നിത്തല എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി പദവി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇതിനായിട്ട് അദ്ദേഹം ഡൽഹിയിൽ അടക്കം ക്യാൻവാസിംഗുമായി മുന്നോട്ട് പോയിരുന്നു. ഇതിനിടെയാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ഇംഗ്ലീഷ് പത്രത്തിൽ ഫോക്കസ് ഫീച്ചറായിട്ട് എത്തിയതും. ചെന്നിത്തല അനുകൂലിയുടെ ഈ നിലപാട് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളെ എത്തിച്ചത്. അപ്പോൾ ഇതോടെ ഈ ഫീച്ചറിൽ നൽകിയതിൽ ചെന്നിത്തല DCC ജനറൽ സെക്രട്ടറി പ്രജിൻ ബാബുവിനെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട സൈബറിടത്തിൽ ചർച്ചകളും തർക്കങ്ങളും നടക്കുന്നതിനിടയിലാണ് ചെന്നിത്തലയെ കുറിച്ച് ഞായറാഴ്ച പരസ്യ ഫീച്ചർ വന്നത്. പ്രജിൻ ബാബുവാണ് ഇത് നൽകിയത് എന്ന് പത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഫീച്ചർ നൽകിയതിൽ ചെന്നിത്തല അതൃപ്തി അറിയിക്കുകയും ചെയ്തു. വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വഴിവെക്കുന്ന നടപടിയായിരുന്നുവെന്ന് ചെന്നിത്തല അറിയിച്ചതായിട്ടുള്ള വിവരം പുറത്തു വരുന്നു. പക്ഷെ ചെന്നിത്തല ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, താങ്കൾ മുഖ്യമന്ത്രി പദത്തിനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടുത്തെ മലയാള പത്രങ്ങളിലോ ഏതെങ്കിലും മലയാളം പോഡ്കാസ്റ്റ് വരുന്ന താങ്കൾ ഇങ്ങനെ ചെലച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് പ്രജിൻ ബാബുവിന് നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ തന്നെ ഒരു ഫീച്ചർ വരട്ടെ എന്നും അതങ്ങ് ഡൽഹിയിലെ ഏമാന്മാർ കാണട്ടെ എന്നും കരുതിയതും അവർ കണ്ടാൽ മാത്രമേ താങ്കൾക്ക് മുഖ്യമന്ത്രി കസേര ലഭിക്കൂ എന്നുള്ള വലിയ ചിന്തയിലേക്ക് പ്രജിൻ ബാബുവിനെ കൊണ്ടുപോയത്. അദ്ദേഹത്തെ വെറുതെ ഇങ്ങനെ നിങ്ങൾ തള്ളിപ്പറയരുതേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ തിരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം താങ്കൾ തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന കുപ്പായങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടേതാണ്. അതുകൊണ്ട് സാർ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആ പദവിയിലെത്തിയാലും ശോഭിക്കാൻ കഴിയില്ല. ഒരു പ്രതിപക്ഷ നേതാവായിരുന്നിട്ട് എന്ത് നേട്ടം നിങ്ങൾക്ക് 2016 മുതൽ 2021 വരെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു? ഒന്ന് ആലോചിച്ചുകൂടെ? താങ്കൾ തന്നെ 10 വർഷക്കാലം LDF-ന് ഭരിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തില്ലേ? താങ്കൾ ഒറ്റ ഒരാൾ കാരണമല്ലേ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് എത്തുവാനുള്ള ഒരു വഴി വെട്ടി തുറക്കുവാൻ അവർക്ക് കഴിഞ്ഞത്? തുടർഭരണം എന്നുള്ള ചിന്തയിലേക്ക് പോലും ഇല്ലാതിരുന്ന LDF-നെ മൂന്നാമത് ഭരണത്തിലേക്ക് വരണം എന്നുള്ള ആശയിലേക്കും ആ ആഗ്രഹത്തിലേക്കും കൊണ്ടെത്തിച്ചത് രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയ സ്തുത്യ സേവനമാണ് അതിന് കാരണം. അതൊന്ന് തിരിഞ്ഞു നോക്കൂ, എന്നിട്ട് മനസ്സിലാക്കൂ നിങ്ങൾ എന്ത് തേങ്ങയാണ് ഇവിടെ ചെയ്തത്. അത് മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവെങ്കിലും നിങ്ങൾക്കുണ്ടാകണ്ടേ? ഇനി വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും വഴിവെക്കുന്ന നടപടിയായിരുന്നു എന്ന് ചെന്നിത്തല അറിയിച്ചതായിട്ടാണല്ലോ വിവരം. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടിട്ട് അനാവശ്യ ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് KPCC ഭാരവാഹി യോഗത്തിൽ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നാലെ ഫീച്ചർ വന്നത് തന്റെ പേര് മോശമാക്കാനാണ് പ്രചരണത്തിന് വഴിവെക്കുന്നത് എന്നുള്ള ചെന്നിത്തലയുടെ കണക്കുകൂട്ടലുകൾ. പക്ഷേ അവിടെയും തെറ്റിയല്ലോ ചെന്നിത്തലയെ. നിങ്ങൾ എന്തിനാണ് ഈ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരള ട്രാവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോഡ്കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിറങ്ങിയത്? നിങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഓടുപൊത്ത് വന്ന ആളല്ല, ഇതുപോലെ സൈക്കിൾ ചവിട്ടി ജീവിതം തുടങ്ങിയ ആളാണ്, അങ്ങ് KSU മുതൽ വലിയ സമരങ്ങളൊക്കെ നയിച്ചു വന്നവരാണെന്ന്. കണ്ടിട്ടില്ല ഒരിടത്തും. 26ാമത്തെ വയസ്സിലെ മന്ത്രിപദത്തിലേക്ക് എത്തണമെങ്കിൽ എന്തുമാത്രം നിങ്ങൾ K കരുണാകരന് വേണ്ടി വിടുവേല ചെയ്തു എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ നിങ്ങൾ നേടിയെടുത്ത പദവികളൊക്കെ ഓരോന്നായി എണ്ണി എണ്ണി നോക്കിയാലും മതി എങ്ങനെയാണ് അതൊക്കെ കിട്ടിയതെന്ന്, അർഹത ഉണ്ടായിട്ടാണോ എന്നുള്ളത്. അതുകൊണ്ട് KPCC പ്രസിഡന്റ് വരെ എത്തുക, മന്ത്രിയാവുക, ഇനി വഹിക്കാൻ പദവികളൊന്നും ഇല്ലാതിരിക്കുക, ഒപ്പം ഇനി മുഖ്യമന്ത്രി പദവി മാത്രം ലഭിച്ചാൽ മതി. ആഭ്യന്തര മന്ത്രി വരെ ആയിട്ടുണ്ട് നായരുടെ അഭിപ്രായ മികവിൽ. NSSന്റെ വലിയ നേതാവാണല്ലോ സുകുമാരൻ നായർ. ആ സുകുമാരൻ നായരുടെ പിൻബലത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയാകുവാൻ നടത്തിയ, അതായത് താക്കോൽ സ്ഥാനത്തേക്ക് വന്നിരിക്കുവാൻ നടത്തിയ താങ്കളുടെ ശ്രമവും ഇവിടുത്തെ മലയാളി കണ്ടതാണ്. അതുകൊണ്ട് താങ്കളെ മറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് താങ്കൾ നടത്തുന്ന ഈ പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലക്സ് വിവാദങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ഈ ഫീച്ചർ ഇംഗ്ലീഷ് പത്രത്തിൽ അടിച്ചു വന്നതോ ഒക്കെ താങ്കൾ കൂടി അറിഞ്ഞിട്ടാണ് മിസ്റ്റർ. അതങ്ങനെ തന്നെയേ മലയാളി കാണൂ. അതിൽ നിന്ന് താങ്കൾക്ക് മോചനമില്ല. താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ കുത്തിത്തിരിപ്പുണ്ടല്ലോ, ഞാൻ അറിയാതെയാണ് ഇത് വന്നതെന്ന്, നുണ പറയുന്നതിനും വേണം ഒരു സാമർഥ്യം. അതിനിടെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗത്തിൽ കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തെ വിമർശിച്ചതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. നിയമസഭാ കക്ഷി നേതാവും മുഖ്യമന്ത്രിയും ആരാണ് എന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായിരിക്കെ അതെന്തിനാണ് ലീഗ് യോഗം ചർച്ച ചെയ്യുന്നത് എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് അഭിപ്രായം പറയാറില്ല.
അതുകൊണ്ട് മുന്നണി മര്യാദയുടെ ലംഘനമാണ് ലീഗ് നടത്തിയത് എന്ന് ഒരു കൂട്ടം മുതിർന്ന കോൺഗ്രസുകാർ ഉൾപ്പെടുന്നവർ പറയുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി തർക്കം തുടങ്ങിയത് UDF-ന് അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം അഭിപ്രായപ്പെട്ടതും അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നിനും ഭൂഷണമല്ല എന്നുള്ളതാണ്. മാത്രമല്ല UDF എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിന് അവമതിപ്പുണ്ടാക്കുന്നതാണ് ഇത് എന്ന്. തലയ്ക്ക് ആള് താമസമുള്ള ആരെങ്കിലും ഒക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവനൊന്നും ഈ ചാട്ടം ചാടില്ലായിരുന്നു. അത് KC വേണുഗോപാൽ ആണെങ്കിലും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒക്കെ അവർക്ക് നേട്ടം കൊയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു സാഹസം നടത്തില്ലായിരുന്നു. ഒതുങ്ങിയിരുന്നേനെ. അതിന് കെൽപ്പുള്ള ഒരു ഹൈക്കമാൻഡോ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു AICC പ്രസിഡന്റോ ഇല്ലാത്തത് ഈ പാർട്ടിയുടെ ഗതികേടാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നാണ് മുസ്ലിം ലീഗിലെ ചില പ്രതിനിധികൾ ചർച്ചയിൽ പറഞ്ഞത്. ഇതും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലീഗ് എന്തിനാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ആയിരിക്കും എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുക എന്ന പ്രചാരണത്തിന് ശക്തി പകരുന്നതാണ് ഇപ്പോഴത്തെ ഈ നിലപാട് എന്ന് നേതാക്കൾ അടക്കം പറയുന്നുണ്ട്. അതേസമയം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കോ PK കുഞ്ഞാലിക്കുട്ടിക്കോ ഈ ചർച്ചകളിൽ റോളില്ല എന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ കോൺഗ്രസുകാരാ, നിങ്ങൾ എത്ര പേർ ചാടിയാലും ലീഗ് ഒരു 22 സീറ്റും കൊണ്ട് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഇടതായാലും വലതിന്റെ കൂടെ ആയിരുന്നാലും അവർ പ്രാവശ്യം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഗിനോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ ലീഗിനെ പറഞ്ഞുവിടാം. പക്ഷേ ലീഗ് പുറത്തു പോകാൻ ഒരുങ്ങിയാൽ ഈ മുന്നണി സംവിധാനം എന്നുള്ളത് ശിഥിലമാകപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDF ഓർമ്മകളിൽ മാത്രമായി പോവും. അതുകൊണ്ട് വലിയ അഹങ്കാരമൊന്നും ഈ കോൺഗ്രസുകാരന്മാർ കാണിക്കണ്ട എന്ന് കൂടി പറയട്ടെ. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആളെ അംഗീകരിക്കുക എന്ന നിലപാടാണ് ലീഗിനുള്ളത് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതിനെ മറികടന്നാണ് സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ച നടന്നത് എന്ന് പറയപ്പെടുന്നു. VD സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്നാണ് ലീഗിന്റെ പൊതുവികാരം എന്ന രീതിയിൽ പുറത്ത് അവതരിപ്പിക്കപ്പെട്ടുവെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഭരണം കിട്ടും മുൻപേ വലിയ ചർച്ചകൾ നടത്തേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരുന്ന തലത്തിലേക്ക് ഈ മെയ് മാസം 4-ാം തീയതി മാറുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സതീശനാണെങ്കിലും ശരി, സതീശനോടൊപ്പം നിൽക്കുന്നവരാണെങ്കിലും ശരി, വലിയ ഫ്ലെക്സ് കൂട്ടി അടിച്ചൊതുക്കി ഇങ്ങനെ കൊച്ചി നഗരത്തെ ഇത്രത്തോളം വികൃതമാക്കണ്ടായിരുന്നു. അത് VD സതീശന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും VD സതീശന്റെ അനുകൂലികളുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ചെയ്തത് ശരിയല്ല എന്ന് കൂടി പറയട്ടെ. മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ നിങ്ങൾ യോഗ്യനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മിസ്റ്റർ VD സതീശൻ. പക്ഷെ നിങ്ങളെ മുഖ്യമന്ത്രിയാക്കാതെ ഈ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കോൺഗ്രസ് ഇവിടെ ചരിത്രത്തിന്റെ ഭാഗമായി തീരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ അടിച്ചു പിരിയും. യാദവന്മാർ എങ്ങനെയാണോ അടിച്ചു പിരിഞ്ഞത് അത് തന്നെയായിരിക്കും കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ചത്തുകിടന്ന കോൺഗ്രസിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുവാനും അതിന് ജീവോച്ഛ്വാസം കൊടുക്കുവാനും നിങ്ങൾ എന്ന് പറയപ്പെടുന്ന നേതാവിന് കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല. അത് മലയാളി മറക്കില്ല, ഒരു കോൺഗ്രസ് അണികളും മറക്കില്ല. പക്ഷേ VD സതീശൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ ഫ്ലെക്സ് വിവാദത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാഗത്തെ തെറ്റ് തന്നെയാണ്. അത് കണിശമായി ചെറുക്കണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ ചെയ്തത്, നിങ്ങൾ ചെയ്തു വെച്ചത്, നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ, ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയത് ഇവിടുത്തെ മലയാളിക്കറിയാം, കോൺഗ്രസ് അണികൾക്കറിയാം. അവർ തന്നെയാണ് നിങ്ങളെ ജയിപ്പിച്ചു കയറ്റാൻ പോകുന്നതും. അഥവാ ഇനി UDF-ന് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ ഈ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വൃഥാവിലാവില്ലേ? അത്തരത്തിൽ വൃഥാവിലായി പോകുന്ന ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ മിനക്കെട്ടത് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് LDF-ന് 73 സീറ്റുകൾ കിട്ടി ചിലപ്പോൾ അധികാരത്തിലേക്ക് എത്തിയേക്കാം. ഈ രമേശ് ചെന്നിത്തലയും ഈ KC വേണുഗോപാലും ഒക്കെ ഈ കുപ്പായമൊക്കെ വലിച്ചെറിഞ്ഞ് എങ്ങോട്ട് പോകും? VD സതീശൻ എന്തായാലും വനവാസത്തിന് പോകുമായിരിക്കും. കാരണം ഈ പാർട്ടി അധികാരത്തിലെത്തിയില്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നുമല്ലാതെ ഇത്രയും കാലം ഈ പാർട്ടിയുടെ തണലിൽ ഉണ്ടുറങ്ങി കഴിഞ്ഞിരുന്ന KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇനി ജീവിതത്തിൽ ഒരിക്കലും മുഖ്യമന്ത്രി ആകില്ല എന്നുള്ളതാണ് അതിന് കിട്ടുന്ന സമ്മാനം. കാരണം ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടി ഈ 2026 അടിച്ചു തീരും, അടിച്ചു പിരിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഭരണം കിട്ടും മുൻപേ തന്നെ മുന്നണി വിടാൻ ചിലപ്പോൾ ലീഗ് തയ്യാറായേക്കും. കാരണം LDF-നോടൊപ്പം ചേർന്നവർക്ക് മന്ത്രിസഭയുണ്ടാകാം. ആ മന്ത്രിസഭയിൽ അവർ വലിയ പ്രാതിനിധ്യത്തോടു കൂടി എത്തുകയും ചെയ്യാം. ചെന്നിത്തലയും സതീശനും ഒക്കെ കോൺഗ്രസിന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. സതീശൻ വനവാസത്തിലേക്കും ചെന്നിത്തല അലഞ്ഞു നടക്കുന്ന ഒരു രീതിയിലേക്കും എത്തുന്നുള്ള കാര്യത്തിൽ തർക്കം.